ഇനി കൊല്ലത്ത് നിന്നൊരു വാർത്തയിലേക്കാണ്. കൊല്ലം റേഷൻ കടയ്ക്ക് മുന്നിലെ വെള്ളക്കെട്ടിൽ ചീഫ് എഞ്ചിനീയറോട് വിശദീകരണം തേടി മേയർ. റിപ്പോർട്ടർ വാർത്തയ്ക്ക് പിന്നാലെയാണ് ഇടപെടൽ. പ്രശ്നം പരിഹരിക്കാൻ സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് മേയർ ഉറപ്പു നൽകി. റിപ്പോർട്ടർ ഇമ്പാക്ട്. ഇപ്പം റിപ്പോർട്ടർ ചാനലിലെ വിഷ്ണുവാണ് ഈ വിവരം എന്നോടിപ്പോൾ വിളിച്ച് ചോദിച്ചത്. വളരെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയ പ്രശ്നമാണത്. കൊല്ലം പള്ളിത്തോട്ടം റേഷൻ കടയ്ക്ക് മുന്നിലെ വെള്ളക്കെട്ടും ഓടയുടെ അശാസ്ത്രീയതയും ചൂണ്ടിക്കാണിച്ച് റിപ്പോർട്ടർ ചാനൽ വാർത്ത നൽകിയിരുന്നു. അധികൃതരോട് പരാതി ഉന്നയിച്ചെങ്കിലും നടപടി ഉണ്ടായിരുന്നില്ല എന്ന് റേഷൻ കടയുടമ പറഞ്ഞിരുന്നു. ഈ കാര്യം അധികാരികൾ ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട്. പല പ്രാവശ്യം നമ്മൾ അവിടെ ചെന്ന് പറഞ്ഞ് വാർഡ് കൗൺസിലടുത്ത് പറഞ്ഞു ശരിയാക്കാന്ന് പറയുന്നല്ലാതെ ശരിയാക്കുന്നില്ല. നമ്മൾ പറയുമ്പോൾ ഒരു പല പ്രാവശ്യം ഇവിടെ നോക്കിക്കൊണ്ട് പോകും. പിന്നെ കാത്തിരുന്നില്ല, നേരെ മേയറുടെ അടുത്തേക്ക് വാർത്ത സഹിതം ബോധ്യപ്പെടുത്തി. ഉടനെ ചീഫ് എഞ്ചിനീയറെ വിളിച്ച് വിശദീകരണം തേടി. വെള്ളം വിടാൻ വേണ്ടിയാണ് നമ്മൾ ഞങ്ങൾ സൈറ്റ് ഇൻസ്പെക്ഷൻ നടത്തിയത്. എന്നിട്ട് 10 ലക്ഷം രൂപ അനുവദിച്ചില്ലായിരുന്നോ? ഇപ്പൊ നിങ്ങൾ പൈപ്പ് ഇടാൻ വേണ്ടി വീണ്ടും ഇവിടുന്ന് ഈ എല്ലാം കൂടെ പോയല്ലോ. അമൃത് പദ്ധതിയിൽ ഉൾപ്പെട്ട ഓട നിർമ്മാണം അശാസ്ത്രീയമായ രീതിയിൽ ചെയ്തുകൊണ്ടാണ് ഈ ഒരവസ്ഥ ജനങ്ങൾ അനുഭവിക്കേണ്ടി വന്നതെന്ന് കൗൺസിലർ ടോമി പറയുന്നു. സ്കൂൾ തുറക്കുന്നതിന് മുന്നേ പണി പൂർത്തിയാക്കുമെന്ന് ഉറപ്പും നൽകി. ഇത് അമൃത് പദ്ധതിയുടെ 1ാം ഘട്ടത്തിൽ നടപ്പാക്കിയപ്പോൾ ആ ഓട പുനർനിർമ്മിച്ചപ്പോൾ ഉണ്ടായ പിഴവാണ്, ചെയ്തതിലുള്ള പിഴവാണ്. സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് വെള്ളക്കെട്ട് ഒഴിവാക്കാനുള്ള നടപടിയിലോട്ട് കോർപ്പറേഷൻ തീരുമാനമെടുത്തിട്ടുണ്ട്. പണി തുടങ്ങുന്നതാണ്. സാധാരണക്കാർ ഏറെ എത്തുന്ന സ്ഥലമാണ് ഒരു റേഷൻ കട. അതിൽ കൂടുതലും മധ്യവയസ്കർ. വെള്ളക്കെട്ടിലൂടെ വാഹനങ്ങൾ ചീറിപ്പായുമ്പോൾ മലിനജലം കടയിലെ ഭക്ഷണ സാധനങ്ങളിലേക്ക് തെറിക്കുന്നത് മറ്റൊരു കാര്യം. മഞ്ഞപ്പിത്തം, എലിപ്പനി പോലുള്ള രോഗങ്ങൾ വരാൻ കാരണമായേക്കാവുന്ന ഇത്തരം ദുരവസ്ഥകൾ അധികാരികളും ജനപ്രതിനിധികളും ഇടപെട്ട് രാഷ്ട്രീയ ഭേദമന്യേ പരിഹരിച്ചു കൊടുക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ഒന്നുകൂടി ഓർമ്മിപ്പിക്കട്ടെ, നിങ്ങളുടെ വാക്കിൽ വിശ്വസിച്ച് ബുദ്ധിമുട്ടി കഴിയുന്ന ഒരു കൂട്ടം ജനങ്ങളുണ്ട് ഇവിടെ. റിപ്പോർട്ടർ, കൊല്ലം.